ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ എബോള വ്യാപനത്തിൽ കുറഞ്ഞത് 136 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. 513-ൽ കൂടുതൽ കേസുകൾ സംശയിക്കപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ മരണങ്ങളിൽ എത്രയെണ്ണം എബോള മൂലമാണെന്ന് സ്ഥിരീകരിക്കാൻ പരിശോധനകൾ നടക്കുകയാണെന്ന് കോങ്കോ പൊതുജനാരോഗ്യ മന്ത്രി സാമുവൽ റോജർ കാംബ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. നിലവിൽ 30 എബോള കേസുകൾ രാജ്യത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോങ്കോയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ഗോമ ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലേക്ക് രോഗം പടർന്നതായി ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ അറിയിച്ചു. അയൽരാജ്യമായ ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലും കോങ്കോയിൽ നിന്നെത്തിയ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിലൊരാൾ മരണപ്പെടുകയും ചെയ്തു. DR കോങ്കോയിലെയും ഉഗാണ്ടയിലെയും എബോള വ്യാപനത്തെ തുടർന്ന് ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഇട്ടൂരി പ്രവിശ്യയിലെ നാക്യുണ്ടെ, നോർത്ത് കിവുലയിലെ ബൂട്ടെംബോ, ഗോമ നഗരം എന്നിവയുൾപ്പെടെ പുതിയ പ്രദേശങ്ങളിൽ കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കുന്നത് ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. DR കോങ്കോയിലെ വ്യാപനത്തിൽ കുറഞ്ഞത് 6 അമേരിക്കക്കാർക്ക് എബോള വൈറസ് ബാധിച്ചതായി CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. US-ലേക്കുള്ള അപകട സാധ്യത താരതമ്യേന കുറവാണെന്നും എന്നാൽ രോഗം രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് തടയാൻ നടപടികൾ സ്വീകരിക്കുമെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട്. അതേസമയം എബോള വൈറസ് ബാധ വീണ്ടും പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ കടുത്ത യാത്രാ നിർദ്ദേശങ്ങളാണ് അമേരിക്ക പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോങ്കോ, ദക്ഷിണ സുഡാൻ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ പൗരന്മാർ യാതൊരു കാരണവശാലും യാത്ര ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്ന ലെവൽ 4 മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അയൽരാജ്യമായ റുവാണ്ടയിലേക്ക് പോകുന്നവർ യാത്ര പുനഃപരിശോധിക്കണമെന്ന് വ്യക്തമാക്കുന്ന ലെവൽ 3 മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 21 ദിവസത്തിനിടെ എബോള ബാധിത രാജ്യങ്ങൾ സന്ദർശിച്ച വിദേശ പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് പൂർണ്ണ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. രോഗവ്യാപനത്തിൽ താൻ ആശങ്കാകുലനാണെന്നും എന്നാൽ നിലവിൽ അമേരിക്കയിലേക്ക് രോഗം പടർന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്നതായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.